കുഞ്ഞൂട്ടൻ കുഞ്ഞൂട്ടൻ ഉണ്ടായിരിക്കുമെന്ന് ഇവിടെ. കുഞ്ഞൂട്ടൻ അനന്തപത്രത്തിലുള്ളവർ കുഞ്ഞൂട്ടൻ കുഞ്ഞൂട്ടൻ എന്ന് പറയുന്നത് കവിയേച്ചി. കുഞ്ഞൂട്ടൻ നാട് ഇല്ലേ ഇത്രേ ഉള്ളൂ. മഴ ഭഗവാൻ കാത്തോളും, കുഴപ്പമില്ല. ഭഗവാന് മനസ്സിലായി. ആമ്പൽ പൂവിൻ്റെ തേനുകർന്നേ വരാം, ചെല്ലപ്പൂ ചെണ്ടൊന്ന് കൂടെ കൊണ്ടും വരാം. ഇടുക്കിയിലും ഉണ്ട്, അടുത്തുമുണ്ട്. തിരുവനന്തപുരത്ത് ദേ ഇടുക്കി. മഴയായിരിക്കും, കുട പിടിക്കണം. ഇതാണ് സംഭവം. ഇത് ഹനുമാൻ ക്ഷേത്രമാണ് മേളു. മഴയാണ്, പക്ഷേ നമ്മൾ മഴ നനയുള്ള കാരണം കണ്ടില്ലേ, അത്രയ്ക്കും മരങ്ങളാണ്. വെറുതെ കട പിടിച്ചെന്നേ ഉള്ളൂ. വാട്ടർ പ്രൂഫൊക്കെയാണ്, ബട്ട് ഒന്നും പറഞ്ഞ് പറയാൻ പറ്റില്ല. ഇതിന് കംപ്ലൈൻ്റ് ആയിക്കോന്ന് ശരിയാക്കി. കൂനിച്ചിമലയെ ഓർമ്മിപ്പിക്കുന്ന വിധം മറ്റൊരു ട്രക്കിംഗ്. ചെറിയ പൊടിമഴയാണ് ഉള്ളത്. ഈ വീട്, ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു, ഒരു ലേഡിയുടെ വ്ലോഗ്, ചെറിയ ഷോർട്സ്. പുള്ളിക്കാരി ഇതേപോലെ ഇവിടെ വന്നപ്പോഴും മഴയായിരുന്നു എന്നാണ് പറയുന്നത്. ഇവിടെ വരുമ്പോൾ മഴയായിരിക്കും. പിന്നെ സ്പോട്ടാ നോക്കി. സോ അഡ്വഞ്ചറസ് ആണല്ലോ. ഇതെങ്ങനെ കയറും ഇതിൻ്റെ മണ്ടയിലൊക്കെ? ഏത് വഴിയാണെന്നും കറക്റ്റ് അറിയില്ലല്ലോ. ഇല്ലല്ല, വേറെ വഴിയുണ്ട്. കറക്കല്ലേ? അല്ലല്ല, അവിടെ ബൈക്ക് വെച്ചിരുന്നുണ്ടോ? ആ ചേട്ടൻ പോകണം. ഇല്ല, അമ്മ പറഞ്ഞില്ല ഈ വഴിയാണ് പോണേ. ഇത് ഇങ്ങനെയാണ് കയറി പോണ്ടേ? ഇത് ഇങ്ങനത്തെ ഒരു സ്പോട്ടാണ്, പക്ഷെ വഴി നിങ്ങൾ നോക്കും. ചുമ്മാ നമ്മൾ കയറിപ്പോട്ട് കാര്യം. എനിക്കാണ് ഇങ്ങോട്ടായിരിക്കും സംഭവം തന്നെ. ഇതിലോട്ട് കയറി പോണ്ട വഴിയാണ് നമ്മൾ നോക്കുന്നത്. ഫോണൊക്കെ പോകേണ്ടി കിടക്കുന്നുണ്ട്. ഇതാണ് കേട്ടോ വഴി. ഇങ്ങനെ വഴി പോലെ ഫീൽ ചെയ്യുമോ കാണുമ്പോഴേ? നിങ്ങളത് ശ്രദ്ധിക്കണം. എനിക്കറിയില്ല, ഞാൻ നിങ്ങളെ പോലെ തന്നെ പറഞ്ഞു. അങ്ങനല്ല, നല്ല കാപ്പനുണ്ടേ. സൂപ്പർ. മഴയത്ത് വന്നാലേ ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന. മഴ തുടങ്ങി, ഇങ്ങോട്ട് വരണോണ്ടോ? എവിടെ എടുത്ത് പിടിച്ചാലോ? മഴ കേട്ടോ, അത് ഊരി ഇല്ലല്ല. അയ്യോ, ഫോൺ കവർ എടുത്തില്ല കേട്ടോ. റെയിൻകോട്ടിന്റെ ടോപ്പ് തിരിച്ചിട്ട പാറ, തിരിച്ചിട്ട എന്തോ ഒരു ഐതിഹ്യം വലിയതുണ്ട്. ഇടയ്ക്ക് റെസ്റ്റ് ചെയ്യാട്ടോ. കളമൊഴി വെറുതെയോ കവിളിലെ പരിഭവം. കുഞ്ഞൂട്ടൻ ഉണ്ടായിരിക്കുമെന്ന് ഇവിടെ. കുഞ്ഞൂട്ടൻ അനന്തപത്രത്തിലുള്ളവർ കുഞ്ഞൂട്ടൻ എന്ന് പറയുന്നത് കവിയേച്ചി. കുഞ്ഞൂട്ടൻ. ഓ മൈ ഗോഡ്. ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. മഹാഞ്ജനേയ താമസത്തിൽ കണ്ടില്ലേ? ഇവിടെ
കേട്ടോ കൊണ്ട് ഭൂമിക്കോട്ട്. അതെ വാ പോകല. യെസ് മഴയാണ്. മഴയത്താണ് പൊടിയെന്ന് എനിക്ക് തോന്നുന്നു. മഴയിലാണെങ്കിൽ ഒരു കുറ്റം കേൾക്കില്ലല്ലോ ഇല്ലേ ബ്രോ? മഴയൊക്കെ കുറെ ന്യൂസ് ഉണ്ട്, ചറക്കി വീണായിരുന്നു. മറ്റവിടെ ഒന്നുമില്ല. KCB ലൈൻ എടുത്തിട്ട് കോവിലത്തേക്ക് ലൈറ്റിന് വേണ്ടി. Wow, 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 bro. This is something else. ഈ കാട്ടിൽ കൂടെ ഇറങ്ങി അങ്ങോട്ട് പോയ കുറേ സംഭവങ്ങൾ, കുറേ ജീവികൾ. വാ ചവിട്ടി പിടിച്ചോ, ചവിട്ടി പിടിച്ചു. എൻ്റെ ചെരുപ്പ്, എൻ്റെ ഷൂ ഭയങ്കര സ്പീഡാണ്, ഭയങ്കര സ്പീഡാണ്. എൻ്റെ അമ്മ ഇത് കണ്ടായിരുന്നു. ഇവിടേക്കാണ് ഈ ഷൂട്ടൊക്കെ കൊടുക്കണം. ഇതിനൊക്കെ തന്നെ കയറി പോകണം. എന്നടാ വന്നപ്പോ പറയാൻ ലോക്കിയുടെ അടുത്ത് പറയണല്ലോ. നെറ്റൊക്കെ ഉണ്ട്, പാമ്പൊക്കെ ഉണ്ടാവും. ചറക്കല്ല, നോക്കി വാ. ചറക്കല്ലേ ബ്രോ, പറയുകയും ചെയ്യണേ. ആ ഇല്ലേ, ഒരു ഹെൽമെറ്റ് ബാഗ് പറ്റൂലേ. വാ വാ പതുക്കെ വന്നാൽ ഞാൻ ഒരു ഹെൽമെറ്റ് കളി. ഞാൻ വീട് കിടക്കുന്ന പൊക്കിയെ കൊടുക്കണ്ടേ ഇവിടെ വയ്ക്കാൻ. ഇല്ല ഞാൻ ഇവിടുത്തെ ടോക്കി ജയിക്കലോ ഗ്രൂപ്പ് അങ്ങോട്ട് നമ്മൾ തിരിച്ചറിഞ്ഞ് ഇരുത്താവും. അതെ എങ്ങനെയുണ്ട് ഫ്രണ്ട്സ്? ഞാൻ ഇവിടുത്തെ ഇവിടെ നിന്നുള്ള വ്യൂ കേട്ടോ. ഇവിടെ അതൊക്കെ എന്താ സംഭവം? താഴെ കാണാതെ ഇടുക്കിയിൽ ഇരിക്കുന്ന ഒരു ഒരു അറ്റ്മോസ്ഫിയറും സ്ഥലങ്ങളും അല്ലേ. ബട്ട് ദിസ് ഈസ് ട്രിവാൻഡ്രം, ക്യാപിറ്റൽ സിറ്റി ഓഫ് കേരള. പോകാം. We are going to one of the sweetest peak of Trivandrum. ഇതാണ് ക്ഷേത്രം കേട്ടോ, ഹനുമാൻ ക്ഷേത്രം അല്ലേ. വൗ 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 വൗ. അങ്ങോട്ടൊക്കെ പോകാൻ പറ്റും. ഇല്ല അങ്ങോട്ടൊക്കെ നീ എന്നോ കാറ്റായി അരികിൽ ഞാൻ ഞാറായി നീരാടി ഒന്നായി ഉറങ്ങുന്നു. ഓ ആകാശം മേലാകെ മഴ. ഇല്ല നമ്മൾ കുട ഇരിക്കണമെങ്കിൽ അങ്ങോട്ട് പോകട്ടെ. അമ്മയുടെ കൂടെ അമ്മേനെ കൂടെ. അതെ അതെ കണ്ടോ ഹനുമാൻ. അതാണ് ഞാൻ ചോദിച്ചാൽ അങ്ങോട്ട് പോകാൻ പറ്റും. ആദ്യം ഞങ്ങൾ ഇത് കാണും. യെസ്, ഭൂമിയിലെ മറ്റൊരു സ്വർഗം അതിതാണ്. അടുത്തൊരു കുളമുണ്ട് കേട്ടോ. നമുക്ക് മേളോട്ട് അതാണ് സംഭവം. ഇതിൻ്റെ അകത്ത് കയറി വെക്കണം. വേണം ക്ഷേത്രത്തിൽ പൂജ തുടങ്ങി മുഴുവൻ തുറക്കൂലായിരിക്കും. ഇതൊക്കെ ഒന്ന് വീഡിയോ എടുക്കാം. ഓ മൈ ഗോഡ്, ഇത് കേരളമാണ് ബ്രോ. ഓ മൈ ഗോഡ് ബ്രോ, നീ വാ, ഇത് കണ്ടോ? നീ വാ, നീ വാ. എന്തോന്നത് ഭയങ്കര കണ്ട് കണ്ട് ഇടാനുള്ള കുഴപ്പമില്ലല്ലോ. അത് ഉറപ്പില്ലല്ലോ. നമുക്ക് അങ്ങോട്ട് പോയാലോ? പ്രകൃതിയുടെ മറ്റൊരു അത്ഭുതമാണ് കേട്ടോ ഇതിന്റെ മേളത്തെ ഈ ക്ഷേത്രം. ഭയങ്കരമായിട്ടുള്ള ഒരു അന്തരീക്ഷവും ഭയങ്കര നമുക്ക് ഭയങ്കര ഒരു പവർ ഫീൽ ചെയ്യണം. മാത്രമല്ല ഭയങ്കര ഒരു ഭയം, ഭയം എന്നല്ല പക്ഷെ എന്തോ ഒരു
അങ്ങനത്തെ ഒരു ഇത്. കാരണം ഇവിടെ വേറെ ആരും ഇല്ലല്ലോ, അതുകൊണ്ട് കൂടെയാണ് നമുക്ക് അങ്ങനെ തോന്നുന്നത്. ഇവിടെ ആരും ഇല്ല കേട്ടോ ഈ മലയിൽ വേറെ. സത്യമല്ലേ ബ്രോ, നമ്മൾ പോകുമ്പോൾ നല്ല ടൈമാണ്, മിക്കപ്പോഴും ആരും കാണില്ല. ഒരുപാട് പേര് ഇങ്ങോട്ട് ഇറങ്ങണോ? ഇറങ്ങുന്നു ഫ്രണ്ടിൽ നിന്ന്. ഇല്ലാത്തൊരു സ്ഥലം കേട്ടോ. രക്ഷാവാൻ കാത്തോളും, കുഴപ്പമില്ല. ഭഗവാന് മനസ്സിലായി. ആഞ്ജനേയ സ്വാമി രക്ഷിക്കണേ. എൻ്റെ എല്ലാ കഷ്ടതകളും നീക്കി എൻ്റെ കുടുംബത്തിനും ഈ ലോകത്തുള്ള ആൾക്കാർക്കും എല്ലാവർക്കും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും എല്ലാം നല്ലൊരു ഇതിലേക്കുള്ളൊരു വർഷം യുഗമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആയിത്തരാനായിട്ട് ഞാൻ താഴ്മയായി കൈകൂപ്പി എന്നെ വിശ്വസിച്ചാണ് നോക്കിയത്. അതിൻ്റെ ഇടയിലൊക്കെ ഒന്ന് പോയാലോ? നിങ്ങൾ എന്നെ കഴിച്ചിട്ടില്ല, ഇങ്ങനെ പറയും. നിങ്ങൾ ഹെൽമെറ്റ് എടുത്തോ, പണ്ടെണ്ണ എന്തൊന്നും നടക്കില്ല. ഇത് ഫസ്റ്റ് ടൈമാണ് ഹെൽമെറ്റ് കൊണ്ടുവരണം. മറ്റുള്ള ഹെൽമെറ്റ് ഒക്കെ താഴെ വെച്ചു പൈസ കൊടുക്കണം. എനിക്കെന്നെ ഇറക്കിങ്ങൊക്കെ ഉണ്ട്, നോക്കിക്കോ. നിങ്ങളൊരു ചെറുക്കാൻ വെച്ചോ. അല്ല ലൈൻ ചെയ്തു ബ്രോ, ഇവിടെ നോക്കിക്കോ, നല്ല കിടക്കലുണ്ട്. എൻ്റെ ഒരുപാട് പേര് കളി ഈ ലോകത്തിൻ്റെ തന്നെ ഒരു അത്ഭുതമാണ്. വാ, ഇതാണ് ഇതിൻ്റെ പീക്ക് കേട്ടോ. വാ ഇങ്ങോട്ട് വാ, ജസ്റ്റ് ഒക്കെ ഒന്ന് ഇറങ്ങാം, ചെറുതായിട്ടൊക്കെ, ജസ്റ്റ് ചെറുതായിട്ട്. ഇതുവരെ അങ്ങനൊന്നും പോകില്ല, ഇല്ലേ ഇത്രേ ഉള്ളൂ. ഓ മൈ ഗോഡ്, മഴ. സബലമീ ജീവിതം പ്രേമപൂർണം പാർവതീലോലനം. വാ ഇവിടെ ഇരിക്കാം. കരുണയാലേ സബലമീ ജീവിതം പ്രേമപൂർണം പാർവതീലോലനം കരുണയാലേ. തിരികടയ്ക്കുള്ളിലകിയുണരുന്നു മോഹപാതക ലയമുണർത്തുന്ന സ്വരമുണർത്തുന്നു ഉഷസ്സിൻ അപസ്വപ്നം. എനിക്ക് പാടറിയുണ്ട്, തളർന്നു പോയി. സോ രാവിൽ പൂന്തേൻ തേടും പൂങ്കാറ്റേ, ആടിപ്പാടാ നീയും പോരാമോ? അരിയങ്കാവിൽ വില കഴിഞ്ഞു, അവണിപ്പാടത്തെ പൂക്കൾ കൊഴിഞ്ഞു, ിലാടുന്ന ആമ്പൽ പൂവിൻ്റെ തേനുകർന്നേ വരാം, ചെല്ലപ്പൂ ചെണ്ടൊന്ന് കൂടെ കൊണ്ടും വരാം. രാവിൽ പൂന്തേൻ തേടും പൂങ്കാറ്റേ, ആടിപ്പാടാൻ നീയും പോരാമോ? அலைமழை வாசல் வந்தா கையில் குடை நின்றி வானனைவோ, அடையாளம்தான் தூரப்போ எல்லா தேசத்தையும் போய் ரசிப்போ. என்ன கொண்டு வந்தோம் நாம் என்ன கொண்டு போறோம், அடைந்த நொடி போதும் வா வேற என்ன வேண்டும் வேண்டும். എന്തോന്ന് സോപ്പ ഫ്രണ്ട്സ് കണ്ടില്ലേ? ഇതാണ് തിരിച്ചിട്ടപ്പാറ ഹനുമാൻ ടെമ്പിൾ. നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ തിരിച്ചിട്ടൂർ ഹനുമാൻ ടെമ്പിൾ എന്ന് എഴുതുക. ഭൂമിയിലെ മറ്റൊരു അത്ഭുതം അതിതാണ്. നമ്മുടെ വീടിന്റെ നമ്മുടെ നാട്ടിൽ തന്നെ ഇതുപോലുള്ള സ്ഥലങ്ങൾ ഉണ്ടെന്ന് പലർക്കും അറിയില്ല. ശരിക്കും പറഞ്ഞാൽ എനിക്കും അറിയില്ലായിരുന്നു. പക്ഷേ ഈ സ്പോട്ടുകളൊക്കെ ഞാൻ 1-2 വർഷം 3 വർഷം മുമ്പേ ഇങ്ങനെ സ്പോട്ട് ഉണ്ടെന്ന് അറിയാം. ഇത് ഭയങ്കര ഹിഡനായിട്ട് ഇടുന്ന ഒരു സ്പോട്ടാണ്. ഇപ്പോഴും ശരിക്കും പറഞ്ഞാൽ ഇത് ഹിഡനാണ്, കണ്ടില്ലേ? ഇപ്പോഴും നമ്മൾ രണ്ടുപേരും മാത്രമേ ഇവിടെ ഉള്ളൂ. ഇപ്പോഴും ഇത് ഹിഡനൊക്കെ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ. പിന്നെ ലെറ്റ് ഇറ്റ് ബി ഹിഡൻ എന്നാണ്, അല്ലേ ബ്രോ? ഈ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ ഒരുപാട് ഫേമസ് ആക്കി ഇതിന്റെ ഒരു വൈബ് കളയാതിരിക്കുന്നതാണ് നല്ലത്. അതോ കുരങ്ങൻ വൈബ് കളയാതിരിക്കുന്നതാണ് നല്ലത്. അറ്റാക്ക് ചെയ്യാൻ സാധ്യതകൾ കൂടുതൽ. സോ കുരങ്ങനുണ്ട്, ആഞ്ജനേയ സ്വാമിയുടെ സ്ഥലമല്ലേ ഇതങ്ങോട്ട് കഴിഞ്ഞു. സോ ലെറ്റ് ഇറ്റ് ബി ഹിഡൻ എന്നുള്ള ഒരു ഫീലാണ്. ഇതൊക്കെ ഹിഡനായിട്ടിരിക്കുന്നതാണ് ഇതിന്റെ ഭംഗി, അല്ലേ? നമ്മൾ ഇങ്ങനെ രണ്ടുപേരും മാത്രമുള്ളതാണ് ഇതിന് ഇത്രയും ഭംഗി. ഒരുപാട് ആൾക്കാരെ കൊണ്ടായിരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഈ ഒരു ഭംഗി കിട്ടണമെന്നില്ല. ഇതോ പോകുന്നു കുരങ്ങത്തെ ആഞ്ജനേയ സ്വാമിയാണ്.
എന്നേ പറയാവൂ, പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു സ്ഥലത്ത് ആയതുകൊണ്ട്. ഓ, എന്നാ ഒരു ഔറുള്ള ഒരു സ്ഥലമാണെന്ന് അറിയാമോ? എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒട്ടും പ്രതീക്ഷിച്ചില്ല, ഭയാനകമായിട്ട്. പിന്നെ ഇങ്ങനെ ഒരു ഇത്രയും പീക്കായിട്ടുള്ള ഒരു സ്ഥലത്തിന്റെ മഞ്ഞയിൽ എനിക്ക് അത്ര തന്നെ സ്വാഭാവികമായിട്ട് അതിനൊരു ഔറ വരും. അതാണ് വല്ലാത്തൊരു മാഗ്നിറ്റ്യൂഡുള്ള ഒരു പ്ലേസ് കേട്ടോ. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. നിങ്ങൾ വന്നാലേ നമുക്ക് മനസ്സിലാവും. ഇല്ലെങ്കിൽ ഞാൻ വെറുതെ എൻ്റെ വീഡിയോ ആയതുകൊണ്ട് എക്സാജുറേറ്റ് ചെയ്ത് പറയുന്നതെന്ന് വിചാരിക്കും. ഒരിക്കലല്ല, ഭയാനകം. എനിക്കാണെങ്കിൽ എനിക്ക് കുളിച്ചുമലയിൽ പോയത് ഭയങ്കര സംഭവമാണ്. ബട്ട് അതിനെക്കാട്ടിലും നല്ലൊരു മഴയും കൂടെ ആയിരുന്നു. കുളിച്ചുമല പോയപ്പോൾ നമ്മൾ കുളിച്ചുമല ഒരു രക്ഷയില്ല കേട്ടോ. അത് ഭയാനക സ്ഥലമാണ്. അത് നല്ല വീതിയുള്ള സ്ഥലമാണ്. ഇത്ര അല്ല ഉള്ളൂ, പറന്നാണ് പോണത്. പക്ഷെ അതല്ല ഞാൻ പറയാം, എനിക്ക് ഇങ്ങനത്തെ ഒരു സ്പോട്ട് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ചിലപ്പോൾ നിങ്ങൾക്കൊക്കെ ചിലപ്പോൾ കുളിച്ചുമലായിരിക്കും കൂടുതൽ ഇഷ്ടപ്പെട്ട സാധ്യത. ഭയങ്കര സ്പോട്ടാണ്, ഭയങ്കര വീതിയുള്ള സ്പോട്ടാണ്. നിങ്ങൾ കണ്ടല്ലോ, അത് നമ്മൾ അത്രേ കാണിച്ചുള്ളൂ. കാരണം കാറ്റ് നമ്മൾ അകത്തോട്ട് എടുത്ത് എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കുളിച്ചുമലയിൽ, നമ്മളെ പുറത്തോട്ടല്ല. കേട്ടോ, ഈ എല്ലാത്തിനും ഒരു സത്യമുണ്ട് ബ്രോ. കാറ്റ് നമ്മളെ മലയ്ക്ക് അകത്തോട്ടാണ് അറിയണം, പുറത്തോട്ട് ഒരിക്കലും അറിയില്ല. അങ്ങനെയാണ് അവിടെ മെയിൻറ്റെയിൻ ആയിരിക്കണം. അത് പ്രകൃതിയുടെ ഒരു അത്ഭുതമാണ്. ദൈവം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവത്തിന് അറിയാം കേട്ടോ എന്താ ചെയ്യേണ്ടത്. സത്യം, ദൈവം ഉണ്ടെന്ന് മനസ്സിലാവുന്ന ഒരു മൊമെന്റും കൂടെ ആയിരുന്നു. കാറ്റ് നമ്മൾ അകത്തോട്ടാണ് അടിക്കുന്നത്, ഒരിക്കലും പുറത്തോട്ട് തള്ളുന്നില്ല. ഭയങ്കര കയറ്റം. 2-3 മണിക്കൂർ നമ്മൾ ട്രക്ക് ചെയ്താണ് മേളത്തിൽ. ഇത് എളുപ്പം, ഇത് ഇത്തിരി ട്രക്ക് ചെയ്തല്ലേ ഉള്ളൂ. ഇത് ഈസിയാണ്, കൂണിച്ചുമല പോലെ ഹാർഡസ്റ്റ് അല്ല. ഈ പ്രദക്ഷിണ വീതികൾ, ഇടറി നിന്ന പാതകൾ, ഇന്നും ഹൃദയ സംഗമത്തിൻ ശിവേലികൾ തൊഴുതു. ആ ഈ പ്രദക്ഷിണ വീതികൾ, ഇടറി നിന്ന പാതകൾ, ഇന്നും ഹൃദയ സംഗമത്തിൻ ശിവേലികൾ തൊഴുതു. കണ്ണുകളാൽ അർച്ചന, മൗനങ്ങളാൽ കീർത്തനം, എല്ലാം എല്ലാം അറിയും നീ ഗോപുരവാതിൽ. The rain, the droplets, this will redefine our life, happiness and peace for sure. This is my choice to live like this. ഇതാണ് എൻ്റെ ആഗ്രഹം. പക്ഷെ കറക്കി വിടരുത്. ഓ, കറക്കലാണല്ലേ. എന്തൊരു സമാധാനമല്ലേ ഇവിടെ, എന്തൊരു പീസാണ്. ലെറ്റ് ഇറ്റ് ബി ഹിഡൻ. ഈ സ്ഥലം ഹിഡനായിട്ട് തന്നെ നിലനിൽക്കട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത്. ഈ പോകുന്ന പല സ്ഥലങ്ങളിൽ ഹിഡനായിട്ട് നിന്നാൽ കൊള്ളാമെന്നുണ്ട്. പക്ഷെ നമുക്ക് എല്ലാവരെയും കാണിക്കുക, എല്ലാവരും വരിക എന്നുള്ളതാണ് ഇവിടെ. ചില സമയങ്ങളിൽ കുറേ പേര് കമൻസ് ഇട്ടിരിക്കുന്നുണ്ട് ഹിഡൻ ഫോട്ടോ. ലെറ്റ് ഇറ്റ് ബി ഹിഡൻ. യെസ്, ലെറ്റ് ഇറ്റ് ബി ഹിഡൻ. This is the place where Abhilash performed our guest. Me for real. ഇവിടെ കൊരങ്ങക്കാരൊക്കെ ഇവിടെ ഉണ്ടോ? ഇത് നമ്മളെ ബാഡിൽ നിന്ന ഫോട്ടോ. അവിടെ നിന്ന് കയറിയില്ല. ഇതെന്താ സംഭവം? ഇതുണ്ടോ? ഇതുവഴി തിരയുവതെല്ലാം മനസ്സിനിയ ശിശിരമായി വരവാ. ഇന്നെഞ്ചം നീലാകാശം, മോഹങ്ങൾ പെയ്യുമൊരീ നേരത്ത്. ഇതിന്റെ ലിറിക്സ് എനിക്ക് അറിയാം. ഇതുവഴി തിരയുവതെല്ലാം ഇരുമലച്ചെരിവുകളിൽ, കിളിയാറിൻ പടവുകളിൽ, കുതിരക്കൾ അങ്ങാടി മുക്കിൽ, ഉദയഗിരി തിരുകുടിയിൽ, പൈനാവിൻ വെൺമണിയിൽ, കടവിൽ കാണാമവളെ, കേൾക്കാമവളെ, കനകപ്പൂങ്കുളുന്തൊത്ത പെണ്ണ്, നറുചിരി കൊണ്ട് പുതച്ചിട്ട് നറുവെയിലും ഇട്ട് കനവിൽ കൈ നട്ടുണരും നാട്, നെഞ്ചിലലിയുള്ള മലനാടൻ പെണ്ണ്. കടലിൻ്റെ ആഴങ്ങളിൽ അവൾ മാഞ്ഞുപോയി, നോവിൻ്റെ തീരങ്ങളിൽ ഞാൻ മാത്രമായി. അഴലിൻ്റെ ആഴങ്ങൾ അവിടെ പോവാം. അവൾ മാഞ്ഞുപോയി, നോവിൻ്റെ തീരങ്ങളിൽ
ഞാൻ മാത്രമാ ഇതൽ പ്രാണനിൽ കിതയ്ക്കുന്നു നീ ശ്വാസമേ നോട്ടു നോക്കാതെ പോകുന്നു നീ മഴയുള്ള നിന്റെ ഇണയാകണി അത്തറായി നീ പെയ്യും നാൾ ദൂരയാ നിലവിട്ട കാറ്റായ ഓ ആ അതാണ് രണ്ട് കുറെ ആൾക്കാർ ആരൊക്കെ ഉണ്ടോ അവിടെ വരട്ടെ നമ്മളെ പോലെ വിസിറ്റ് ചെയ്യാൻ വന്നത് നമ്മൾ നോക്കണം അത്തറായി നീ പെയ്യും നാൾ ദൂരയാ നിലവിട്ട കാറ്റായ എന്തിനു വിതുമ്പി ചേരുന്നു നീ ഉള്ളിൽ വിഷാദരാതെ ലിറിക്സ് കറക്റ്റാ ഓർമ്മയില്ല കേട്ടോ. സൂക്ഷിക്കണം, വളരെ സ്ലിപ്പറിയാണ്. ഇതൊന്നും കണ്ടിട്ട് നിങ്ങൾ ട്രൈ ചെയ്യല്ലേ. എൻ്റെ അമ്മയൊക്കെ ഈ വ്ളോഗ് എല്ലാം കണ്ടിട്ട് അമ്മ എഴുതണം പേടിച്ച് കരഞ്ഞൊക്കെ ആയിരുന്നു. ഓ സത്യം, എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഞാൻ പറഞ്ഞു ഇതൊക്കെ ഇത്ര എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ആ ഒരു സ്കില്ലുള്ളത് കൊണ്ട് ഇതിൽ നമുക്ക് പറ്റാവുന്ന അതുവരെയൊക്കെ മാക്സിമം നമ്മൾ ചെയ്യും. നമ്മളത് പറ്റില്ലാന്ന് തോന്നിയാൽ നമ്മൾ ചെയ്യും. അതാണ് എൻ്റെ പരിപാടി. മാക്സിമം റിസ്ക് എടുക്കും. റിസ്ക് എടുക്കാൻ മാത്രമുള്ള പരിപാടികളൊന്നും ഇല്ലല്ലോ. റിസ്ക് എടുത്ത് ലൈഫ് പോയിട്ട് പിന്നെ ജീവൻ വഴിയില്ലാതെ പൂജാരി ഉൾപ്പെടെ ഉള്ള വീടുകളാണ് ഒന്നും അനുസരിച്ചില്ല. ഭൂമിയിലെ മറ്റൊരു ഇതായിട്ടുള്ള ഒരു അനുഭവമാണ്. സാധാരണ ഒരു സ്പോട്ടിൽ നമ്മൾ വെറുതെ പോകണമല്ല. ഇതിൻ്റെ ടോപ്പിലൊരു ക്ഷേത്രം, ഈ ക്ഷേത്രത്തിൻ്റെ രീതികൾ, ആചാരങ്ങൾ, ഇവിടെ ആൾക്കാരിങ്ങനെ വരുന്നു, ഇതിൻ്റെ ടൈമിങ്സ്, കാര്യങ്ങൾ എന്തോ ഒരു ഇതിന് പിറകിലൊരു ഐഡിയ ഉറപ്പായിട്ടുണ്ട്. യൂട്യൂബിലൊക്കെ തപ്പാ, യൂട്യൂബിൽ കാണാൻ കഴിയില്ല, എവിടെയെങ്കിലും തപ്പി നോക്കട്ടെ. ഇതിൻ്റെ അകത്തോടെ ഇതിലോട്ടങ്ങ് ഇറങ്ങി നോക്കിയാലോ? ഇതിൻ്റെ അകത്തോട്ട് വേണമല്ലോ, സെറ്റല്ലേ? പോയി നോക്കിയാലോ? അതെ, ഇവിടെ ഇരിക്കുകയാണ് കുറച്ച് നേരം അല്ലേ? ഇല്ല ബ്രോ, ഇവിടെ ഇരിക്കാം. ശിവമല്ലിക്കാവിൽ പൂവളം പൂത്തു, കുങ്കുമം തീർത്തു, കാവലം കിളി പാട്ട് പാടും പഞ്ചമം കേട്ടു, മിഴിയുടെ മിഴിയഴിയിൽ എരിതിരിയെരിയുകയായി, നനനനനനനന കവിതകൾ ഒഴിയുകയായി, ജപമാല പോലെ ഞാൻ വിളിച്ചു മൗനമായി മൗനമായി. ശിവമല്ലിക്കാവിൽ കൂവളം പൂത്തു, കുങ്കുമം തീർത്തു, കാവലം കിളി പാട്ടു പാടും പഞ്ചമം കേട്ടു. ഫ്രണ്ട്സ്, നമ്മൾ തിരിച്ചിറങ്ങാൻ പോകണം. എത്ര മണിയായി ചേട്ടാ? 6:30 അല്ലേ? 6:27. 7 മണിക്ക് നമ്മൾ താഴത്ത് കുറച്ച് ദൂരല്ലേ ഉള്ളൂ, ദൂരമില്ല. അപ്പം അതൊക്കെയാണ് ഫ്രണ്ട്സ് ഇന്നത്തെ തിരിച്ചിട്ട പാറ ട്രാവൽ ബ്ലോഗ്. വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. നിങ്ങളാണ് എൻ്റെ സ്ട്രെങ്ത്. ഓക്കെ, അപ്പോൾ നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഫാമിലിയിലുള്ള ഒരാളെ പോലെ എൻ്റെ വീഡിയോസ് നിങ്ങൾ കാണണം. സോ എൻ്റെ അമ്മ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചില ഈ ആൻറ്റിമാരും ഇപ്പോൾ നടക്കുന്ന കുറച്ച് ബ്ലോഗ്സ് അതൊക്കെ കാണുന്നതാണ് അത്യാവശ്യം കുത്തായിട്ട് പോകും. അപ്പോൾ ഞാൻ ആലോചിക്കുന്നു എൻ്റെ ബ്ലോഗ് ഇതുപോലെ കാണുന്ന കുടുംബ പ്രേക്ഷകർ ഉണ്ടാകണമെന്നത്. അതാണ് എൻ്റെ ഏറ്റവും വലിയ. സോ വളരെ അതൊക്കെയാണ് പരിപാടി. സൂര്യാസ്തമം മൈതാനത്തുണ്ടാവും അല്ലേ ചേട്ടാ? നമുക്ക് നിൽക്കുക രാത്രി സൂര്യാസ്തമയം ഇവിടുത്തെ നമ്മുടെ നിൽക്കുന്നത് അതുകൊണ്ട് മറ്റേ എന്തൊക്കെ വെച്ച് കിടക്കുന്നത് വളരെ വൃത്തിയാണ്. സോ ഓക്കെയാണ്. And this is the place where Abhilash Bhatnagar just lives.
ഇൻ എന്ന് പറയുന്നത് എന്താണ്? അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ചോയ്സാണ്. ഓക്കെ, ഞാൻ എൻ്റെ പ്രഷറും ലൈഫിലെ പ്രഷറുകളും കാര്യങ്ങളും എല്ലാം റിസ്കിൽ വന്നിട്ട് ഞാൻ ഈ ഒരു ഇത് സെലക്ട് ചെയ്തതാണ്. അപ്പോൾ അതാണ് അതാണ് നമ്മുടെ പാഷൻ, ട്രാവൽ, മോട്ടോ ട്രാവൽ. ജീവനുള്ളിടത്തോളം കാലം ഈ ഭൂമിയിലെ എല്ലാ പറ്റുന്നിടത്തോളം നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സാധനം അതാണ് എൻ്റെ മെയിൻ എയിം. ഒരുപാട് പേര് ലൈഫ് ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. ശരിയാണ് കേട്ടോ. ഇതാണ് ഒരു ഇന്നത്തെ പ്രത്യേക തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുക. ഒറ്റപ്പെട്ടും തെന്നലേ മുട്ടിത്തെന്നു ചെറുതാക്കുന്നു ഇവിടെ തിരിച്ചിട്ടോ. അതെ, ഒറ്റപ്പെട്ടും തെന്നലേ മുട്ടിത്തെന്നു ചെറുതാക്കുന്നു പൊട്ടിട്ടെന്നു ചേർന്നാക്കുന്നു അവൻ ഇവരും യമുനയിൽ സംഗീതത്തിൽ യദുകുലം തളിർത്തവൻ മനസ്സിലും യദുകുലം തളിർത്തവൻ മനസ്സിലും യദുകുലം തളിർത്തവൻ മനസ്സിലും യാവങ്ങളാദിസ്വരങ്ങളല്ലോ നീ എന്നെയും പിന്നെ ഞാൻ നിന്നെയും ഇടയന്മാരാക്കുന്നു ഗുരുവായൂരപ്പൻ നിന്നെ തഴുകിയേ നീ സംഗീതത്തിൽ തിരിച്ചിട്ട പറ. ഈ സ്ഥലം ഇത് മറ്റേ വെമ്പായം വെഞ്ഞാറമൂട് പഴകുറ്റി നെടുമങ്ങാട്. വെഞ്ഞാറമൂടൊന്നും എത്തിയില്ല, വെമ്പായം വെഞ്ഞാറമൂട് റോഡ്. എന്തിനാ? യെസ്, അപ്പൊ നമ്മള് നമ്മുടെ ഫീൽ ചെയ്യേണ്ടതിന്റെ നമ്മൾ ബൈക്ക് വെച്ചെടുത്ത് എത്തിയിട്ടുണ്ട്. അന്യായ അറ്റ്മോസ്ഫിയറാണ്. ഇതൊക്കെ അനുഭവിച്ചറിയുന്നത് മഴയാണ് പോലും. മഴയാണ് ഒരു അറ്റ്മോസ്ഫിയറുണ്ട്. അപ്പോൾ നമ്മളിനി നേരെ തിരിച്ച് വീട്ടിലേക്ക്. അപ്പോൾ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കണ്ട കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ ഏറ്റവും വലിയ ഇതെന്ന് പറയുന്നത്. എല്ലാ ബ്ലോഗേഴ്സിൻ്റെയും അത് തന്നെയാണല്ലോ, സബ്സ്ക്രൈബേഴ്സാണ് അവരുടെ സ്ഥാനം. സോ എല്ലാത്തിൻ്റെ ഓൾമോസ്റ്റ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ എനിക്ക് മുന്നിലേക്ക് വരാനും മുന്നോട്ട് ടോപ്പ് നോച്ച് കണ്ടൻസോട് നിങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യാനും പറ്റത്തുള്ളൂ. സോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വീട്ടിലുള്ള അനുജനെയും ചേട്ടനെയും
ആരെയൊക്കെയോ അതേപോലെ നമ്മുടെ കുടുംബത്തിലുള്ള ഒരാളെ ആ ഒരു ലെവലിലേക്ക് വരുമ്പോൾ വരിക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. സോ കീപ് സബ്സ്ക്രൈബിങ് ഫ്രണ്ട്സ്. സോ വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അവർക്ക് മറക്കണ്ട കേട്ടോ. അപ്പം മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ. എന്നാൽ ഒരു ബൈ കൊടുക്കും.